ഹായ് എവ്രി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കോട്ട് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് നമ്മുടെ ഗോവയിലെ റിസോർട്ടിലാണ്. അപ്പം നമ്മൾ ഇപ്പം സമയം ഏകദേശം ഒരു 5 മണി ആയിട്ടുണ്ട്. നേരത്തെ വീഡിയോയിൽ കണ്ടു കാണുമല്ലോ ഞങ്ങൾ ഗോവയിൽ ഗോവ എത്തി, അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ടായിരുന്നു ഞങ്ങൾ വന്നത്. ഇപ്പം ഞങ്ങൾ ഗോവയിലെ നൈറ്റ് മാർക്കറ്റും പിന്നെ ഫ്ലീ മാർക്കറ്റും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പം വെളിയിൽ ഇറങ്ങുക. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ എവിടെ ഇറങ്ങിയാലും ആദ്യത്തെ രാത്രി നമ്മൾ യൂഷ്വലി ഫ്ലീ മാർക്കറ്റ് നൈറ്റ് മാർക്കറ്റുമായിട്ടൊക്കെയാണ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പം ഇപ്പോഴും നമ്മൾ ഈ നൈറ്റ് മാർക്കറ്റിലേക്കോട്ടാണ് പോകാൻ പോകുന്നത്. എന്നാൽ പിന്നെ നേരങ്ങളെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം. എൻ്റെ പേര് നിതിൻ, ഞാൻ ചേട്ടാ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ വിത്ത് ട്വൈൻസ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളപ്പം ആദ്യത്തെ ദിവസം തന്നെ ഈ ഫ്ലീ മാർക്കറ്റ് തപ്പി ഇറങ്ങിയതാണ്. ഞങ്ങൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ജുന ഫ്ലീ മാർക്കറ്റിലേക്കോട്ടാണ്. അപ്പം ഈ അഞ്ജുന ഫ്ലീ മാർക്കറ്റ് ഞങ്ങൾ ബാഗയിൽ നിന്നും ഏകദേശം ഒരു റഫ്ലി 30 മിനിറ്റ്സ് ആയിരുന്നു. അപ്പം അഞ്ജുന ഫ്ലീ മാർക്കറ്റിൽ പോകാൻ വേറൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു. ഈ അഞ്ജുന ഫ്ലീ മാർക്കറ്റിന് അവിടെ തന്നെ നല്ലൊരു അഞ്ജുന ബീച്ചുണ്ട്. ബീച്ചിനടുത്തായിട്ട് തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റും ഒരു ഷാക്കുണ്ട്, കെർലീസ്. കുറേ ആൾക്കാർ കേട്ട് കാണും. പോകുന്ന വഴിക്ക് നല്ല അടിപൊളി ഈവനിങ് ആയിരുന്നു, നല്ലൊരു ടെമ്പറേച്ചറും ആയിരുന്നു, ചൂടൊന്നും ഇല്ലായിരുന്നു. അഞ്ജുന ഫ്ലീ മാർക്കറ്റിൽ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ കുറേ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ഇവിടെ നിന്നും പാർക്ക് ചെയ്യരുത്. അങ്ങ് ഡെഡ് എൻഡിൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം. ഇപ്പം നിങ്ങൾക്ക് അവിടെ വേണം നിങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ പാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി നടന്നാൽ മാത്രം മതി. അപ്പം നിങ്ങൾ നേരിട്ട് ബീച്ചിലോട്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എത്താം. പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറേ കടകളും കുറേ ഷോപ്പിങ്ങും ആ ഫ്ലീ മാർക്കറ്റിൻ്റെതായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. ന്യൂ ഇയർ ആയിരുന്നു ഞങ്ങൾ പോയ സമയം. അപ്പം എല്ലാത്തിനും ഡബിളും ട്രിപ്പിൾ റേറ്റ് ഒക്കെ ആയിരുന്നു. പക്ഷേ എന്നാലും ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഡീസൻറ്റ് റേറ്റിൽ കിട്ടും. ഈ പ്രാവശ്യം ഗോവയിലെ കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരിയൊന്നും അത്രയ്ക്ക് ക്രൗഡൊന്നും കണ്ടിട്ടില്ല. ഭയങ്കരമായിട്ട് ക്രൗഡ് കുറവായിരുന്നു. പിന്നെ ഈ പ്രാവശ്യം ഗോവ ഇച്ചിരി കൂടെ എക്സ്പെൻസീവ് ആയിരുന്നു കമ്പയർഡ് ടു ഓൾ ദി അതർ ടൈംസ്. മേ ബി കോവിഡിന് ശേഷമായതുകൊണ്ട് ഇവർ ഇച്ചിരി വില കൂട്ടിയാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ആ വില കാരണം കുറേ ആയിട്ട് ടൂറിസ്റ്റ് ഒക്കെ കുറഞ്ഞിരുന്നു. ഇത് നിങ്ങൾ കാണുന്ന മോമോലോക്ക കാഫേ ആണ്. ഈ മോമോലോക്ക കാഫേ അഞ്ജുന ബീച്ചിൽ തന്നെയാണ്. ബീച്ച് മൊത്തം നിറയെ ആൾക്കാരായിരുന്നു. പാരാസെയിലിങ്ങും സർഫിങ്ങും ബോട്ട് റൈഡിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ പക്ഷേ എന്നാൽ പിന്നെ നേരെ സൺസെറ്റ് കാണാമെന്നും പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഷാക്കിൽ പോയിരിക്കാമെന്ന് വിചാരിച്ച് പോയി ഷാക്കിലിരുന്നു. സൺസെറ്റ് കണ്ടു. നല്ലൊരു പ്ലെസൻറ്റ് ഈവനിങ് ആയിരുന്നു. സൺസെറ്റും കണ്ട് ആ ഒരു നല്ലൊരു പ്ലെസൻറ്റ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. സൺസെറ്റ് കാണുന്നതോടൊപ്പം ഞങ്ങൾ ഇച്ചിരി ഫുഡും സ്നാക്സൊക്കെ ഓർഡർ ചെയ്തു. സ്നാക്സൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ ഈ സൺസെറ്റ് ആസ്വദിച്ചു കുറേ നേരം അവിടെ ഇരുന്നു. ഓൾമോസ്റ്റ് ഒരു 2.5 hours അവിടെ ഇതെല്ലാം കണ്ട് ആസ്വദിച്ചിരുന്നു വേണമെങ്കിൽ പറയാം. സൺസെറ്റൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾക്ക് കെർലീസിലേക്കോട്ട് പോകാൻ തോന്നി. ഇവിടുന്ന് കെർലീസ് വെറും 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കെർലീസിൽ പോയി. പക്ഷേ പഴയ കെർലീസ് മാതിരി ഒന്നുമല്ല, ഇത് മൊത്തം ഫുള്ളി റീവാമ്പ് ചെയ്തിട്ടുണ്ട്. പഴയ കെർലീസ് പോയവർക്കൊക്കെ അറിയാം, ഇച്ചിരി കൂടെ ഷാക്ക് ടൈപ്പൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇതൊരു 5 സ്റ്റാർ റെസ്റ്റോറൻറ്റിൻ്റെ ഒക്കെ ഫീല് വരുന്നുണ്ട്. പക്ഷേ എന്നാലും ചില പാർട്സൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പഴയതുമാതിരി തന്നെ ഫുഡും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഈവനിങ് അല്ലെങ്കിൽ ഈ രാത്രി കെർലീസിൽ നിന്ന് ഡിന്നറൊക്കെ കഴിച്ച് ബീച്ച് സൈഡിലെ ഓഷ്യൻ്റെ വേവ്സ് ഒക്കെ കേട്ട് ആസ്വദിച്ച് അങ്ങനെയായിരുന്നു. ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.